ദുബായിൽ നിങ്ങൾ വാഹനം ഒരു ഷോപ്പിംഗ് മോളിൽ പാർക്ക് ചെയ്തപ്പോൾ എന്നിട്ട് അതിൻ്റെ എക്സ്ട്രാ ടൈം ഉപയോഗിച്ച് അവിടെ നിന്ന് പുറത്ത് കടന്നപ്പോൾ കാശ് പാർക്കിംഗ് എന്ന പ്രസ്ഥാനത്തിന് കൊടുക്കാതെ പോയതിൻ്റെ ആ ഫീസ് കൊടുക്കാത്തതിൻ്റെ ഫൈനും മറ്റും ചേർന്ന് ഉടൻ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് SMS ആയിട്ട് വരുന്ന ഒരു ലിങ്ക് ശ്രദ്ധിക്കണം. തട്ടിപ്പുകാർ പല വിധത്തിൽ പെരുമാറുകയാണിപ്പോൾ. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. +63 തുടങ്ങുന്ന നമ്പർ ഫിലിപ്പൈൻസിൽ നിന്നൊക്കെയാണ് പലരും SMS നമുക്ക് അയക്കുന്നത്. ഇതൊന്നും അറിയാതെ സാധാരണക്കാരെന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസം ഇന്ന മോളിൽ പോയിരുന്നല്ലോ, അവിടെ 2-3 മണിക്കൂർ ഉപയോഗിച്ചല്ലോ, എക്സ്ട്രാ വന്നിട്ടുണ്ടാകും, ഡീറ്റെയിൽസും പേയ്മെൻറ്റ് സംവിധാനവും ഇതിനകത്ത് തന്നെയുണ്ട്, ലിങ്ക് ഇതിനകത്ത് തന്നെ ഉണ്ടെന്ന് പറയുന്ന SMS വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാനും അതിലേക്ക് ഡീറ്റെയിൽസ് കൊടുത്തു നോക്കാനും ഒക്കെ ശ്രമം നടക്കും. അതിലൂടെ കാശ് ഊരിക്കൊണ്ടുപോകാനുള്ള വിദ്യയൊക്കെ ഈ കള്ളന്മാർക്ക് അറിയാമായിരിക്കും. വളരെയധികം ശ്രദ്ധിക്കണം. അതിൽ വിശ്വസനീയത വരുത്താൻ വേണ്ടി എഴുതിയിട്ടുണ്ട്, ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ലിങ്കിലൂടെ കാശ് അയക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിലേക്ക് ദുബായിൽ തന്നെ നേരിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസ്യത ജനിപ്പിക്കാൻ വേണ്ടിയുള്ള, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് തിരിച്ചറിഞ്ഞ് അങ്ങനെയൊന്നും കാശ് അയക്കാതിരിക്കുക. ഫിലിപ്പൈൻസിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നും നമ്പറൊന്നും നമ്മളെ തിരക്കി വരില്ല എന്നത് മനസ്സിലാക്കുക. ഏതായാലും ഒരുപാട് പേർക്ക് ഈ മെസ്സേജുകൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് പലരും സൂചിപ്പിച്ചപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നതാണ്, എല്ലാവരെയും അറിയിച്ചേക്കുക. ഓഗസ്റ്റ് 24 വരെ നല്ല ചൂടുണ്ടാകുമെന്നും 24-ന് വൈകുന്നേരത്തോടു കൂടി സുഹൈൽ നക്ഷത്രത്തെ കാണുമെന്നും പിന്നെ കാലാവസ്ഥയിൽ വ്യതിയാനം സംഭവിക്കുമെന്നും ഉള്ള പ്രതീക്ഷ നീങ്ങുമ്പോൾ നാളെ ഏതായാലും മഴ കിട്ടാനുള്ളൊരു സാധ്യത കൂടി കാണുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ്. ഇന്ന് രാത്രി ഹ്യൂമിഡിറ്റി വളരെ കൂടുതലായിരിക്കും, രാവിലെയും ഹ്യൂമിഡിറ്റി ഉണ്ടാകും എന്നും പറയുന്നുണ്ട്. യുദ്ധത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇറാൻ്റെ ഒരു പ്രഖ്യാപനം, അമേരിക്കൻ സൈനികരെ ആരെങ്കിലും കൊലപ്പെടുത്തുകയോ പിടിച്ചു നൽകുകയോ ചെയ്താൽ അവർക്ക് $30,000 തുല്യമായ പ്രതിഫലം കൊടുക്കുമെന്നാണ്. അതും വനിതകളാണ് ഈ ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് എങ്കിൽ അവർക്ക് ഇരട്ടി $60,000 തുല്യമായിട്ടുള്ള തുക പ്രതിഫലമായി കൊടുക്കുമെന്നുള്ള ഒരു വിജ്ഞാപനം ഇറാൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഏതായാലും ഇങ്ങനെ സാമ്പത്തികം കിട്ടും എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ഒരുപാട് റിക്വസ്റ്റുകൾ ഞങ്ങളെയും കൂടെ ചേർക്കൂ ഈ പദ്ധതിയിൽ, ഞങ്ങളും ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപേക്ഷകൾ വരുന്നതായിട്ട് ഇറാൻ കേന്ദ്രങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. യുദ്ധം ഇപ്പോൾ ഒന്നല്ലല്ലോ നടക്കുന്നത്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള, അല്ലെങ്കിൽ ഇസ്രയേലും അമേരിക്കയും ഇറാനുമായിട്ടുള്ള യുദ്ധം മാത്രമല്ലല്ലോ. ഇസ്രയേൽ ലെബനോനുമേൽ, ഇസ്രയേൽ തന്നെ ഗസയ്ക്കുമേൽ, പിന്നെ റഷ്യയും ഉക്രൈനും തമ്മിൽ, ഇങ്ങനെ പല യുദ്ധങ്ങൾ നടക്കുന്ന കൂട്ടത്തിൽ മനുഷ്യരെ എല്ലാവരെയും ബാധിച്ചിരിക്കുന്നത് ഇസ്രയേൽ, അമേരിക്ക, ഇറാൻ യുദ്ധം തന്നെയാണ്. എങ്കിലും മറുഭാഗത്ത് കൂടി ഗസയുടെ കാര്യങ്ങൾ വളരെ സജീവമായിട്ട് ഇപ്പോൾ ചർച്ചകളായി വന്നിട്ടുണ്ട് എന്നാണ്. ഫോക്കസ് അങ്ങോട്ട് തിരിയുന്നോ എന്ന് ചെറിയൊരു സംശയം ഉണ്ടാക്കുമാർ വളരെ പ്രാധാന്യം അതിന് കൈവരിച്ചിരിക്കുന്നു. ഇതിന് ഇങ്ങനെ പറയപ്പെടാനൊരു കാരണമുണ്ട്. ട്രംപിൻ്റെ മരുമകനും ഈ മിഡിൽ ഈസ്റ്റ് കാര്യങ്ങളുടെ പ്രതിനിധിയുമായിട്ടുള്ള ജെറേഡ് കുഷ്നർ ഈജിപ്തിലെത്തുകയും ഈജിപ്തിൽ വന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൽ-സീസിയുമായിട്ട് ഗസയുടെ കാര്യം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരു മീറ്റിംഗ് ഒക്കെ നടത്തുകയും ചെയ്തു ഇന്ന് ഈ ഞായറാഴ്ച. മാത്രമല്ല അതേ തുടർന്ന് ഹമാസിൻ്റെ നേതൃത്വവും ഈജിപ്തിലെത്തി ഈജിപ്തിൻ്റെ ഉന്നത വൃത്തങ്ങളുമായി സംസാരിച്ചുവെന്നും പറയുകയാണ്. ഇതെല്ലാം വ്യത്യസ്തങ്ങളായ ചർച്ചകളാണ്. നേരിട്ടൊരിക്കലും അമേരിക്കയും ഹമാസും തമ്മിലൊന്നും ചർച്ച നടത്തിയിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ വളരെ ശ്രദ്ധ അറിയിക്കുന്ന ചില മീറ്റിങ്ങുകളും ചർച്ചകളുമൊക്കെ നടന്നു എന്നാണ് AFP റിപ്പോർട്ട് ചെയ്യുന്നത്. സൗദി അറേബ്യയുടെ ജസാനിൽ ഇന്ന് ഉച്ചയോടുകൂടി ഒരു ഡേഞ്ചർ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ചില സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. 1 മണിക്കൂറിനകം തന്നെ അത് പിൻവലിച്ചുകൊണ്ടുള്ള അറിയിപ്പും വന്നിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു അലർട്ടില്ല എന്ന് ലോകത്തെ അറിയിച്ചിരിക്കുകയാണ്. എങ്കിലും അസ്വാഭാവികമായിട്ട് ക്രൗഡിൻ്റെ ഇടയിലേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കേണ്ട നമ്പർ 998 അടക്കമുള്ള നമ്പറിനെ കുറിച്ച് സൗദി അറേബ്യയിൽ വ്യാപകമായി ഇപ്പോൾ പ്രഖ്യാപനങ്ങളിലൂടെ പറഞ്ഞിട്ടുമുണ്ട്. Night updates supported by ABC Cargo and Courier, ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Al Nasood Cargo, Gold Star Rent-A-Car, Fira Foods, Explore Education, Impulse Warehouse, Dr. Asina's Ayurvedic Clinic, Ain Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, Hashim Hypermarket.